മലയാളത്തിന്റെ ജനപ്രിയ നായകന്റെ 150ാം സിനിമ ഫാമിലി കോമഡി ഡ്രാമ മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി. മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് കംബാക്ക് സംഭവിക്കുമോ? ഈ ഗോത നിനക്ക് നീ സ്വന്തമാവണമെങ്കിൽ നീ ഇത് ജയിച്ചു തന്നെ നേടണം. എന്നാ നീ അകത്ത് പുറത്ത്. വീട്ടുകാരൊക്കെ നമ്മളെ പറ്റി തരില്ല. അഭി ദേക്കോ ചൂപ്പിസ്ഥാനു 20s കിഡ്സിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കോമഡി ഒന്നും പറഞ്ഞില്ല. ഇറ്റ്സ് വെരി ഫ്രഷ് കോമഡി ആയിട്ട് വെരി എന്റർടൈനിങ് ആണ്. സമയം പോയത് അറിഞ്ഞില്ലോ. എല്ലാവരും ഉറപ്പായിട്ട് കാണണം. ഞാൻ പോകാൻ വന്നതല്ല. പൂരപ്പറമ്പിൽ ആനേനെ അഴിച്ചുവിട്ട അവസ്ഥയായിരുന്നു. നല്ലൊരു തിരിച്ചുവരവ് ദിലീപിന് കിട്ടിയിട്ടുണ്ട്. നല്ല പുരപ്പടം കാണാൻ ആഗ്രഹിച്ച ഒരു ദിലീപ് സിനിമ എന്നാണോ? പറയാനുണ്ടോ? ദിലീപ് തുടരും. തീർച്ചയായിട്ടും ദിലീപ് തുടരും. സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. സാർ കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. എന്താണ് ഫാമിലി സ്റ്റോറിയാണ്, കോമഡിയാണ്, എല്ലാം കൊണ്ട് ഒരു കംബാക്ക് എന്ന് പറയാൻ കംബാക്ക് എന്ന് പറയാനുണ്ട്. ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. തിരിച്ചുവരവാണ്. കാരണം ഈ വർഷം എല്ലാവരും ഒരു തിരിച്ചുവരവന്റെ കാലമാണല്ലോ. അതുപോലെ ലാലേട്ടനെ പോലെ ദിലീപേട്ടന്റെ സത്യം കുറെ നാൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ചൊരു പഴയ ദിലീപേട്ടൻ തിരിച്ചു വന്ന് ദിലീപേട്ടന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവലെന്ന് വേണമെങ്കിൽ പറയാം. ഹൗസ്ഫുൾ ആണ് സർ. ഒരാഴ്ചത്തേക്ക് ആ ഏരിയയിലോട്ട് എടുക്കണ്ട. പിന്നെ ഫാമിലി ഇറങ്ങണം, എന്നാലേ ലോങ് റൺ കിട്ടും. ഫാമിലിയൊക്കെ ഏറ്റെടുക്കും ഉറപ്പായിട്ടും. ഒരു സംശയമില്ല. ജനപ്രിയ നായകൻ എന്നുള്ള ഒരു ടാഗ് ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ടാഗ് ഒരിക്കലും മാറൂല. പണ്ടത്തെ എങ്ങനെ ദിലീപോ അതേപോലത്തെ ദിലീപാണ് ഈ സിനിമയിൽ. വേറെ ഇതിൽ നെഗറ്റീവ് പറഞ്ഞ ചില നെഗറ്റീവ് ഓളകളുണ്ട്, കുറെ ഓളകൾ. ആ പഴയ തീയൊന്നുമില്ല, വെറും ചാരം. ആ ഓളയുടെ ഇടയിൽ ഒരു കംബാക്ക് ആണ് ദിലീപിന്റെ. ഒന്നും പറയാലോ, നല്ലൊരു കമ്പേക്കാണ്. നല്ലൊരു കമ്പേക്ക്. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. കുറെ കാബർക്കി പയലുകള് ക്രൂശിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ക്രൂശിക്കേണ്ട ഒരു മനുഷ്യനല്ല ദിലീപ്. അന്ന് എല്ലാവരും എന്നെ പുച്ഛിച്ചു. എന്നിട്ട് ഇപ്പൊ എന്തായി? ദിലീപിന്റെ ലാസ്റ്റ് സിനിമകളൊക്കെ പറഞ്ഞ കോമഡി ഒക്കെ ചെയ്ത് ക്രിഞ്ച് കോമഡി എന്നൊക്കെ പറഞ്ഞാണ് വിമർശനം വന്നത്. വിമർശനം പറയണ നെഗറ്റീവുകളെ പോയി അവനൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. ദിലീപേട്ടനെ പുച്ഛിച്ച് തള്ളിയവർക്ക് എല്ലാവർക്കും ഇതൊരു തീർത്തും ഒരു മറുപടി തന്നെയാണ്. പറയാനൊന്നുമില്ല. ചിരിച്ചിരി ചത്ത്. പണ്ടത്തെ കാലത്ത് നമ്മൾ എങ്ങനെ ദിലീപിനെ കണ്ടോ അതേ ആ ഒരു ലെവലാണ് ദിലീപ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. എന്താണെങ്കിലും സിനിമ കണ്ടു. കംബാക്ക് ആണ്, തിരിച്ചുവരവാണ് ശരിക്കും. അതായത് ദിലീപ് ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ തുടരും. ഗുണ്ടെടുത്ത് കത്തിക്ക് തെരുവ് നടക്കട്ടെ.